നമ്പറിൽ നമ്മുടെ ഹാർദിക് പാണ്ഡ്യ, പിന്നെ 7-ാം നമ്പറിൽ രവീന്ദ്ര ജഡേജ, പിന്നെ 8 കുൽദീപ് യാദവ്, 9 സിറാജ്, 10 ചഹൽ, 11 ബുംറ. ഇതാണ് എൻ്റെ ഒരു ലൈനപ്പ്. അപ്പോൾ ചഹലും കുൽദീപും രണ്ടുപേര് ഒരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സ്പിന്നേഴ്സ്. പിന്നെ നമ്മുടെ ബുംറ, സിറാജിന് പകരം അർഷദീപിനെ ഉൾപ്പെടുത്തിയാലും കുഴപ്പമില്ല, അവിടെ ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ വരും അങ്ങനെയാണെങ്കിൽ. പിന്നെ ഓപ്പണിങ്ങും രോഹിത്തും ജയ്സ്വാളും ഒരു വെടിക്കെട്ട് ബാറ്റ്സ്മാൻമാരാണ് രണ്ടുപേരും. അപ്പോൾ അവർ രണ്ടുപേരും നല്ലൊരു സ്കീമാണ്. പിന്നെ വിരാട് കോഹ്ലി 1 ഡൗൺ ആയിട്ട് വരും. പുള്ളി ഒരു എന്താ പറയുക, പുള്ളിയുടെ ഒരു കളിശൈലി അറിയാമല്ലോ. പുള്ളി കുറച്ചും കൂടി സ്ട്രൈക്ക് റേറ്റ് ഉയർത്തി കളിക്കേണ്ടത് അനിവാര്യമാണ്. പിന്നെ ഉള്ളത് സഞ്ജു സാംസൺ, സൂര്യകുമാർ യാദവ്. ഇതിൽ സഞ്ജു സാംസണെ ടീമിലേക്ക് ഉൾപ്പെടുത്തിയേക്കണോണ്ട് തന്നെ സൂര്യകുമാർ യാദവിൻ്റെ ഒരു പൊസിഷൻ കുറച്ച് ബാക്കിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, ലാസ്റ്റ് ഓവർ